സൂരജ് എന്നയാളുടെ FB പോസ്റ്റ് യാദൃശ്ചികമായി കണ്ടതാണ്. വായിച്ചപ്പോൾ അതൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. പോസ്റ്റ് ഇങ്ങനെയാണ്: കൊക്കക്കോള എന്ന ശീതള പാനീയം കാർന്നു തിന്നുന്ന ലോക തലസ്ഥാനം മെക്സിക്കോ രാജ്യത്തിലെ ചിയപ്പാസ് എന്ന നഗരം. കൊക്കക്കോള എന്ന പാനീയം ശരിക്കും ഈ നഗരത്തിൽ ഉണ്ടാക്കിയ ഓളം ഏതൊരു മനുഷ്യനെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം കൊക്കക്കോളയുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ കേട്ടാൽ നമ്മൾ മൂക്കിൽ വിരൽ വെച്ചു പോകും. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായ സോഫ്റ്റ് ഡ്രിങ്ക് അഥവാ ശീതള പാനീയമാണ് കൊക്കക്കോള. ലോകവ്യാപകമായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഈ പാനീയത്തിന്റെ പ്രശസ്തി പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മെക്സിക്കോ എന്ന രാജ്യവും അവിടെ സ്ഥിതി ചെയ്യുന്ന ചിയപ്പാസ് എന്ന നഗരവും കൊക്കക്കോളയുമായുള്ള ബന്ധം ഞെട്ടിക്കുന്നതാണ്. കണക്കുകൾ പ്രകാരം ലോകരാജ്യങ്ങളിൽ സാക്ഷാൽ അമേരിക്കയെ പിന്തള്ളി കൊക്കക്കോളയെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്ത് ഉള്ളത് ഈ പറഞ്ഞ മെക്സിക്കോ രാജ്യമാണ്. അതിന് പ്രധാന പങ്ക് വഹിച്ചതോ അവിടെ സ്ഥിതി ചെയ്യുന്ന ചിയപ്പാസ് എന്ന നഗരവും. സാധാരണ WHO കണക്ക് പ്രകാരം ഈ ലോക ജനസംഖ്യ ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിന്റെ കണക്ക് ഏകദേശം 2 മുതൽ 3 ലിറ്റർ വരെയാണ്. എന്നാൽ ചിയപ്പാസ് നഗരത്തിലെ ജനങ്ങളുടെ കണക്കെടുത്തപ്പോൾ അറിയാൻ സാധിച്ചത് ശരാശരി 2.2 ലിറ്റർ കൊക്കക്കോളയാണ് ഒരു ചിയപ്പാസുകാരൻ ഒരു ദിവസം അകത്താക്കുന്നത് എന്നാണ്. പൊതുവെ ദരിദ്ര മേഖല ആയതുകൊണ്ടും ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യത കുറവുകൊണ്ടും ചിയപ്പാസ് എന്ന നഗരത്തിലെ കോളയുടെ വില ഒരു കുപ്പി വെള്ളത്തിനേക്കാൾ കുറവാണ്. അല്ലെങ്കിൽ വെള്ളത്തിന് കോളയേക്കാൾ വിലയാണ് എന്ന് പറയുന്നതാവും ഉചിതം. പിന്നെ 99.9% ചെറിയ പെട്ടിക്കടകൾ മുതൽ ബ്രാൻഡഡ് റെസ്റ്റോറന്റുകൾ വരെ സുലഭമായി കോളയുടെ 1/2 ലിറ്റർ, 1 ലിറ്റർ, 2 ലിറ്റർ തുടങ്ങി 3 ലിറ്റർ ബോട്ടിൽ വരെ ലഭിക്കുമെന്നതുകൊണ്ടും ചിയപ്പാസ് നഗരം കോളയുടെ ലഹരിയിൽ ദ്രവിച്ചു പോകുന്ന നഗരമായി മാറി. തീർന്നില്ല, ചില അപൂർവങ്ങളിൽ അപൂർവമായ കാര്യം എന്തെന്നാൽ ഇവിടെയുള്ള സ്ത്രീകൾ മിൽക്ക് ഫീഡിംഗ് ബോട്ടിലിൽ കോള നിറച്ച് തന്റെ 2 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സൗത്സ്കിൽ എന്ന ഗോത്രവർഗ്ഗക്കാർ തിങ്ങിപ്പാർക്കുന്ന ചിയപ്പാസിൽ കൊക്കക്കോള പ്രതിഷ്ഠയായിട്ടുള്ള പല പള്ളികളുമുണ്ട്. നമ്മൾ വിശ്വാസമുള്ളവർ അമ്പലങ്ങളിലും പള്ളികളിലും നേർച്ചയായും പിരിവായും ഭക്ഷണ സാമഗ്രികൾ മുതൽ പല പല വസ്തുക്കൾ കൊടുക്കാറുണ്ട്. എന്നാൽ ചിയപ്പാസിലെ പല ആരാധനാലയങ്ങളിലും കോളയാണ് നേർച്ചയായും മറ്റും നൽകാറുള്ളത്. അന്ധവിശ്വാസങ്ങളിൽ കോള എന്ന പാനീയം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ചിയപ്പാസ് നഗരത്തിലെ ആളുകളുടെ പ്രവൃത്തിയിലൂടെ ലോകം കാണുന്നത്. അസുഖങ്ങൾക്ക് ശാന്തി മുതൽ മാനസിക പിരിമുറുക്കങ്ങളും ശാരീരിക ശുദ്ധിക്കും എല്ലാം ഇവർ കൊക്കക്കോള ഉപയോഗിക്കുന്നു. കൊക്കക്കോള ആസക്തിയിൽ പേര് കേട്ട ഈ നഗരത്തിൽ കോള കമ്പനി നേരിട്ട് ഒരു ബോട്ടിലിംഗ് പ്ലാന്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഏതൊരാൾക്കും ഇത് കയ്യെത്തും ദൂരത്ത് ലഭിക്കുന്നു. അടുത്തത് സ്വാദ്. ആഗോളതലത്തിൽ കൊക്കക്കോള വിപണിയിൽ ഉണ്ടെങ്കിലും അതിന്റെ സ്വാദ് ഓരോ രാജ്യത്ത് ഓരോ പോലെയാണ് എന്നത് ഇപ്പോഴും പലർക്കും അറിയാത്ത കാര്യമാണ്. പല രാജ്യങ്ങളിൽ മധുരത്തിനു വേണ്ടി പഞ്ചസാരയോടൊപ്പം ഫ്രൂക്ടോസ് അടങ്ങിയ കോൺ സിറപ്പ് ചേർക്കുമ്പോൾ മെക്സിക്കോ രാജ്യത്തെ കൊക്കക്കോള ഉപയോഗിക്കുന്നത് യഥാർത്ഥ കരിമ്പിൻ മധുരമാണ്. അതുകൊണ്ട് തന്നെ അത് അതിന്റെ സ്വാദ് കൂട്ടുകയും വീണ്ടും വീണ്ടും കുടിക്കാനുള്ള ആസക്തി ജനങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനിപ്പോ എന്താ, അവർ കുടിക്കട്ടെ, അവരുടെ ഇഷ്ടമല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിലാണ് അവരുടെ ആരോഗ്യ കണക്കുകൾ ചോദ്യചിഹ്നമായി വരുന്നത്. പ്രൈമറി സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ പൊണ്ണത്തടി കൊണ്ട് വീർപ്പുമുട്ടുന്ന കുട്ടികൾക്ക് പുറമെ ഒരു വർഷം ശരാശരി 3000 ആളുകളാണ് പ്രമേഹം അഥവാ ഡയബറ്റിക്സ് എന്ന വ്യാധി കാരണം ചിയപ്പാസിൽ മരണപ്പെടുന്നത്. പ്രമേഹം എന്നത് ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. ചിട്ടയായ രീതിയിൽ ജീവിച്ചാൽ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാവുന്ന പ്രമേഹം. എന്നാൽ കോള ആസക്തിയിലൂടെ അവിടെയുള്ള ജനങ്ങളെ കൊന്നൊടുക്കുന്നു. അതായത് പ്രമേഹ രോഗികൾ പോലും സ്ഥിരമായി ഒരു 1 മുതൽ 2 ലിറ്റർ വരെ കോള അകത്താക്കുന്നു. കഴിഞ്ഞില്ല, പ്രമേഹം കാരണം മരണപ്പെടുന്നവരുടെ എണ്ണം ലിസ്റ്റിൽ 2-ാമതാണ്. പ്രമേഹത്തിന്റെ ദോഷങ്ങൾ കാരണം ഹൃദയ സംബന്ധമായ രോഗം കാരണം മരിക്കുന്നവരാണ് ഇവിടെ 1-ാം സ്ഥാനത്ത്. ഇത്തരം മരണങ്ങളുടെ ചടങ്ങുകളിലും ഏറ്റവും വലിയ താരം കൊക്കക്കോളയാണ്. ശവസംസ്കാര ചടങ്ങ് മുതൽ സംഗീത പിറന്നാൾ ആഘോഷം ചുവപ്പ് നിറമുള്ള വർണ്ണക്കടലാസ് പതിപ്പിച്ച ബോട്ടിലും അതിലെ കറുത്ത പാനീയവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ചിയപ്പാസുകാർക്ക്. ഇതിൽ നിന്ന് വ്യക്തം കൊക്കക്കോള കോർപ്പറേറ്റ് മെക്സിക്കോ രാജ്യത്ത് എത്രമാത്രം ആധികാരികമാണെന്നത്. 2000 മുതൽ 2006 വരെ മെക്സിക്കോ രാഷ്ട്രപതിയായിരുന്ന വിൻസെന്റ് ഫോക്സ് ഒരു കാലത്ത് മെക്സിക്കോ കൊക്കക്കോളയുടെ CEO ആയിരുന്നു. കോർപ്പറേറ്റ് പണക്കൊഴുപ്പും അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചുള്ള ജനങ്ങളുടെ അറിവില്ലായ്മയും എല്ലാം ഈ സംഖ്യകളിലൂടെ പ്രതിഫലിക്കുന്നുണ്ട്. ഈ അടുത്തായി മെക്സിക്കോ സർക്കാർ സ്കൂളുകളിൽ ജങ്ക് ഫുഡായ എണ്ണ പലഹാരങ്ങളും ഷുഗർ കണ്ടന്റുള്ള ശീതള പാനീയങ്ങളും നിരോധിക്കും എന്ന വാർത്ത വന്നിരുന്നു. എന്നാൽ ഇത്തരം കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ ഇത്തരം വിരട്ടലൊക്കെ നടക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം.